നമുക്ക് ഒരുമിച്ചൊന്ന് പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്താം. ദൈവം നമ്മെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ഗോഡ്. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഒരിക്കൽ കൂടെ നാം ചേർന്ന് രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. ക്ലേശം തീർന്നു നാം നിത്യം വസിപ്പാൻ വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. വാസമൊരുക്കാൻ പോയ പ്രിയൻ താൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരകാലമായി നിന്ന കഷ്ടത പരിഹാസങ്ങൾ ദുഷികളെല്ലാം തീരകാലമായി ദുഷികളെല്ലാം തീരകാലമായി രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി. പ്രാണപ്രിയന്റെ പൊന്നുമുഖത്തെ തേജസ്സോടെ നാം കാണാൻ കാലമായി. തേജസ്സോടെ നാം കാണാൻ കാലമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ. ഒരിക്കൽ കൂടെ ഒന്ന് പാടുകയും രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ള
കരങ്ങളൊക്കെ ഒന്ന് തട്ടി സന്തോഷത്തോടെ. കാന്തനുമായി വാസം ചെയ്യുന്ന കാലം സമീപം ആയി പ്രിയരേ. കാന്തനുമായി വാസം ചെയ്യുന്ന കാലം സമീപം ആയി പ്രിയരേ. കാലം സമീപം ആയി പ്രിയരേ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഒരുങ്ങി നിന്നോ, ഒരുങ്ങി നിന്നോ തന്നോടു കൂടെ മണിയറയിൽ വാഴാൻ കാലമാ. ഒരുങ്ങി നിന്നോ തന്നോടു കൂടെ മണിയറയിൽ വാഴാൻ കാലമാ. മണിയറയിൽ വാഴാൻ കാലമാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാധിരാജൻ ഒരിക്കൽ കൂടെ ചേർന്ന് രാജാധിരാജൻ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാധിരാജൻ മഹിമയോടെ യുഗായുഗമാ പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി. യുഗായുഗമാ പ്രിയൻ കൂടെ നാം വാഴും സുദിനം ആസന്നമായി. വാഴും സുദിനം ആസന്നമായി. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ ഒരിക്കൽ കൂടെ രാജാധിരാജൻ മഹിമയോടെ എഴുന്നള്ളാറാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. രാജാധിരാജൻ മഹിമയോടെ വാനമേഘത്തിൽ എഴുന്നള്ളാറാ. Amen. Praise the Lord. Praise the Lord. Hallelujah. Oh, we praise the Lord. Amen. Amen. Praise the Lord. Hallelujah. നമ്മെ ചേർക്കുവാൻ നമ്മുടെ കർത്താവ് മേഘങ്ങളിൽ വരുന്ന ദിനം ഏറ്റവും ആസന്നമായിരിക്കുക. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശയും നമ്മുടെ ആഗ്രഹം നാം കൊതിക്കുന്നതെല്ലാം അത് തന്നെയാണ്. കർത്താവ് എന്നെ ചേർക്കുവാൻ വേഗം വരും, വേഗം വരും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ മുന്നോട്ടുള്ള സമയങ്ങളിലും കർത്താവിൻ്റെ സാന്നിധ്യം നമ്മെ നയിക്കുന്നത്. ഹല്ലേലൂയ. എത്ര പേർ വിശ്വസിക്കുന്നുണ്ട് എൻ്റെ ജീവിതത്തിനകത്ത് ഒരു വ്യത്യാസം ഈ ദിവസങ്ങളിൽ കർത്താവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്? ആമേൻ. ഹല്ലേലൂയ. പലപ്പോഴും പൈശാചിക മേഖലകൾ നമ്മെ തളർത്തുമ്പോൾ, നമ്മളെ ഒതുക്കുവാൻ ശ്രമിക്കുമ്പോൾ
അതിന് ജയിച്ച കർത്താവ് നമ്മുടെ ഉള്ളിൽ നിന്നുകൊണ്ട് പറയുന്നുണ്ട്, മോനെ ഇല്ലടാ, നീ വീണു പോകാൻ ഞാൻ സമ്മതിക്കില്ല. നിന്നെ ഞാൻ എൻ്റെ കരങ്ങളിൽ താങ്ങും, ഞാൻ നിന്നെ വഹിക്കും. എൻ്റെ സ്നേഹം എപ്പോഴും കൂടെയുണ്ട്. എനിക്ക് നിന്നെ ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ നിനക്ക് വേണ്ടി എൻ്റെ ജീവൻ നൽകിയതാണ്. ആ ദൈവമാണ് നിൻ്റെ കൂടെയുള്ളത്. അതുകൊണ്ട് ഭാരപ്പെടണ്ട, ഭയപ്പെടണ്ട, ധൈര്യത്തോടു കൂടി ആയിരിക്കുക. യേശു കൂടെയുണ്ട്. ഹല്ലേലൂയ, ആമേൻ. എഫേസ്യ ലേഖനം 1-ാമത്തെ അധ്യായം അതിന് 3-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറ, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായവൻ വാഴ്ത്തപ്പെട്ടവൻ. പറഞ്ഞ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും. ആമേൻ, ഹല്ലേലൂയ. എത്ര പേരത് വിശ്വസിക്കുന്നു? എത്ര പേരത് വിശ്വസിക്കുന്നു? 1-2 എണ്ണം എൻ്റെ മേലിട്ടിട്ടുണ്ടെന്നല്ല പറയുന്നത്. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താലും നമ്മെ ക്രിസ്തുവിൽ അനുഗ്രഹിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായ ദൈവം അവൻ വാഴ്ത്തപ്പെട്ടവനാണ്, ആരാധ്യനാണ്, സ്തുതികൾക്ക് യോഗ്യനാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാത്രിയിലും ഞാൻ വിളിച്ചു പറയും, എൻ്റെ ജീവിതം ഒരു അത്ഭുതമാണ്. ഹല്ലേലൂയ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, എൻ ജീവിതം. പറയാമോ വാക്കൊരികൾ കൂടെ? അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, എൻ ജീവിതം. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. എൻ ഭവനത്തിൽ ജയോത്സവം, എൻ ഭവനത്തിൽ ജയോത്സവം. പറഞ്ഞേ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. എൻ ഭവനത്തിൽ ജയോത്സവം. ഒന്ന് പറഞ്ഞാമേ, എൻ ഭവനത്തിൽ ജയോത്സവം. ഒരിക്കൽ കൂടെ ഒന്ന് പറയുമോ? ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. എൻ ഭവനത്തിൽ ജയോത്സവം. എൻ ഭവനത്തിൽ ജയോത്സവം. പറയുമോ? അത്ഭുതമേ, അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, നിൻ കരുതൽ, നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ. പറഞ്ഞ എൻ ജീവിതം. ആമേൻ, എൻ ജീവിതം. ഒരിക്കൽ കൂടെ, അത്ഭുതമേ, അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, നിൻ കരുതൽ. അത്ഭുതമേ, അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, എൻ ജീവിതം. ഇങ്ങനെ പറയുന്നു, കൃപയാൽ എന്നെ ഉയർത്തി നീ, വാതിലുകൾ മുൻപിൽ തുറന്നു നീ. കൃപയാൽ എന്നെ ഉയർത്തി നീ,
വാതിലുകൾ മുൻപിൽ തുറന്നു നീ. ഒരിക്കൽ കൂടെ. കൃപയാൽ എന്നെ ഉയർത്തി നീ, വാതിലുകൾ മുൻപിൽ തുറന്നു നീ. കൃപയാൽ എന്നെ വാതിലുകൾ വീണിടമെല്ലാം തല ഉയർത്തി നീ, വീണിടമെല്ലാം തല ഉയർത്തി നീ. പറഞ്ഞേ, വീണിടമെല്ലാം തല ഉയർത്തി നീ. ഒരിക്കൽ കൂടെ ഒന്ന് പറഞ്ഞേ, വീണിടമെല്ലാം തല ഉയർത്തി നീ. പറഞ്ഞ അത്ഭുതമേ, അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, അതിശയമേ, നിൻ കരുതൽ, നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, എൻ ജീവിതം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. എത്ര പേർക്ക് പറയും അങ്ങനെയുള്ളൊരു വാക്ക്? എൻ്റെ ജീവിതം ഒരു അത്ഭുതമാണ്, ആളുകൾ നോക്കുമ്പോൾ ഒരു ആശ്ചര്യമാണ്. ഹല്ലേലൂയ. എങ്ങനെ എടുത്തു പറഞ്ഞാലും അത് അതിശയമാണ്. അതെ, ഹല്ലേലൂയ. നമ്മുടെ കഴിവ് കൊണ്ടല്ല നമ്മൾ ഇത്രത്തോളം എത്തിയത്. നമ്മളെക്കാൾ കഴിവുള്ളവർ അനേകർ നമ്മുടെ പുറകിൽ നിൽക്കുമ്പോൾ, ഹല്ലേലൂയ, പ്രത്യേകിച്ച് ഒരു കഴിവില്ലാതിരിക്കുമ്പോഴും നമ്മെ യോഗ്യരാക്കി തീർത്ത, നമ്മുടെ മേൽ പുതു കഴിവുകളെ നൽകി തന്ന, നമ്മെ ധൈര്യശാലിയാക്കിയ, ബലശാലിയാക്കിയ എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹം അത്ഭുതമാണെന്ന് ഉറപ്പുള്ളവർ ആ കരങ്ങളൊക്കെ ഒന്ന് തട്ടി ദൈവത്തെ ഒന്ന് സ്തുതിക്കുക. ഹല്ലേലൂയ. പറയുമോ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ എന്ത് ചെയ്യും? ഉയർത്തും. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യമാണെങ്കിലും എൻ്റെ കർത്താവിനെ ഞങ്ങൾ എന്ത് ചെയ്യും? ഉയർത്തും. ആമേൻ. ഞങ്ങളുടെ നിരാശയല്ല ഞങ്ങൾ പൊക്കിപ്പിടിക്കാൻ പോകുന്നത്, അല്ല ജീവിതത്തിലെ കുറവുകളല്ല ഞങ്ങൾ പൊക്കിപ്പിടിക്കാൻ പോകുന്നത്. പകരം എൻ്റെ ദൈവത്തെ ഞങ്ങൾ എന്ത് ചെയ്യും? ഉയർത്താൻ പോവുകയാണ്. ഹല്ലേലൂയ. അങ്ങനെയാണ് മുന്നേറുന്നതെങ്കിൽ ഭവനത്തിനകത്ത് ജയോത്സവം ഉണ്ടാകും. നിരാശയല്ല, എൻ്റെ ഭവനത്തിൽ ആനന്ദമുണ്ടാകും. ആമേൻ. സന്തോഷമാണ് അത് പാടാൻ. വാ മോനെ, വാ വാ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ പറഞ്ഞേ ആമേൻ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഒരിക്കൽ കൂടെ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. എൻ ഭവനത്തിൽ ജയോത്സവം, എൻ ഭവനത്തിൽ ജയോത്സവം. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, എൻ ജീവിതം, എൻ ജീവിതം. അത്ഭുതമേ, അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, എൻ ജീവിതം. കൃപയാൽ എന്നെ, കൃപയാൽ എന്നെ ഉയർത്തി നീ, വാതിലുകൾ മുൻപിൽ തുറന്നു നീ. കൃപയാൽ എന്നെ ഉയർത്തി നീ, വാതിലുകൾ മുൻപിൽ ചേർന്ന് പറയുമോ? കൃപയാൽ എന്നെ ഉയർത്തി നീ, വാതിലുകൾ മുൻപിൽ തുറന്നു നീ. കൃപയാൽ എന്നെ ഉയർത്തി നീ, വാതിലുകൾ മുൻപിൽ തുറന്നു നീ. വീണിടമെല്ലാം തല ഉയർത്തി നീ, വീണിടമെല്ലാം തല ഉയർത്തി
അതിശയമേ നിൻ കരുതൽ, അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം. പാടും അത്ഭുതമേ, അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ, അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ. എല്ലാവരും ഒന്ന് പറഞ്ഞ വാക്കാമേ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ. ഒരിക്കൽ കൂടെ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഓ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ. ഒരിക്കൽ കൂടെ പറഞ്ഞേ, ഞാനും എൻ്റെ യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. എൻ ഭവനത്തെ ജയോത്സവം, എൻ ഭവനത്തെ ജയോത്സവം. ഒരിക്കൽ കൂടെ പറഞ്ഞ വാക, എൻ ഭവനത്തെ ജയോത്സവം, എൻ ഭവനത്തെ ജയോത്സവം. അത്ഭുതമേ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ, അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം, എൻ ജീവിതം. അത്ഭുതമേ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ, അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം. കൃപയാലെന്നെ കൃപയാലെന്നെ ഉയർത്തി നീ, വാതിലുകൾ മുൻപിൽ തുറന്നു നീ. കൃപയാലെന്നെ ഉയർത്തി നീ, വാതിലുകൾ മുൻപിൽ തുറന്നു നീ. കൃപയാലെന്നെ. ആ കരങ്ങളൊന്ന് തട്ടി പാടാമോ? വാതിലുകൾ, ഓ കൃപയാലെന്നെ ആമേ വാതിലുകൾ മുൻപിൽ തുറന്നു നീ. വീണിടമല്ല തല ഉയർത്തി നീ, വീണിടമല്ല തല ഉയർത്തി നീ. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ, അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം. എല്ലാവരും ചേർന്ന് ആമേൻ. അത്ഭുതമേ ആശ്ചര്യം അതിശയമേ നിൻ കരുതൽ, അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം. ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ യഹോവയെ ഞങ്ങൾ. ആമേൻ. ഞാനും. ഉറപ്പുള്ളവർ പറഞ്ഞേ, യഹോവയെ ഞാനും. ഓ യഹോവയെ ആമേൻ. ഞാനും എൻ്റെ യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. എൻ ഭവനത്തിൽ ജയോത്സവം, എൻ ഭവനത്തിൽ ജയോ
വാക്ക് എൻ ഭവനത്തെ ജയോത്സവം അവേ എൻ ഭവനത്തെ ജയോത്സവം അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ ഒരിക്കൽ കൂടെ പറഞ്ഞേ അത്ഭുതമേ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ അത്ഭുതം അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം കൃപയാൽ എന്നെ ഉയർത്തി വാതിലുകൾ മുന്നിൽ തുറന്നു കൃപയാൽ എന്നെ വാതിലുകൾ ഉറപ്പോടെന്ന് പറഞ്ഞേ കൃപയാൽ എന്നെ ഉയർത്തി വാതിലുകൾ മുമ്പിൽ തുറന്നു കൃപയാൽ എന്നെ വാതിലുകൾ വീണിടമെല്ലാം തല ഉയർത്തി വീണിടമെല്ലാം തല ഉയർത്തി വീണിടമെല്ലാം തല ഉയർത്തി വീണിടമെല്ലാം അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം അത്ഭുതമേ അത്ഭുതമേ ശബ്ദമുയർത്തി ശബ്ദമുയർത്തി നിൻ കരുതൽ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം പറയാമോ വാക്ക് ചേർന്ന് ഞാനും എൻ്റെ ഞാനും കുടുംബവും യെസ് യെസ് ഞാനും എൻ്റെ പറഞ്ഞ ഭവനത്തിൽ എൻ ഭവനത്തെ ജയോത്സവം എൻ ഭവനത്തെ ജയോത്സവം ആമേൻ എൻ ഭവനത്തെ ജയോത്സവം എൻ ഭവനത്തെ ജയോത്സവം അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം ഉറപ്പോടെ പ്രവചനാത്മാവിൽ പറഞ്ഞേ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം ഹല്ലേലൂയ
ഞാനൊരു അത്ഭുതമാണെന്ന് എത്ര പേര് പറയും? നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആ വ്യക്തി ഒന്ന് നോക്കിക്കേ, ഒന്ന് നോക്കിക്കേ. എന്തെങ്കിലും അത്ഭുതമായിട്ട് തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിലും ഉണ്ടെന്ന് പറ, ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറ. ഒരു കാര്യത്തിൽ ഒരു അത്ഭുതം തോന്നുന്നുണ്ടല്ലേ? അല്ലേ? ആ കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ ചില സമയത്തൊക്കെ കർത്താവ് ഇവിടെ നിന്നുണ്ട്, നമ്മൾ നോക്കുമ്പോൾ കർത്താവിന് ഒരു അത്ഭുതം തോന്നും. ദൈവമേ, ഹല്ലേലൂയ. ഇന്ന് രാത്രി എത്ര പേര് പറയും ഈ തിരുവനന്തപുരം പട്ടണം പിടിക്കുന്ന ഒരു അഭിഷേകം? ആമേൻ, ആമേൻ, ഹല്ലേലൂയ. ഞാനായിരിക്കുന്നത് വെറുതെ ജീവിച്ച് മരിച്ചു പോകാനല്ല, പകരം എന്നെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെന്ന് എത്ര പേർ വിശ്വസിക്കും? ഹല്ലേലൂയ. ആ വരി പാടുമ്പോൾ ആ ഒരു അധികാരത്തോടുകൂടെ പറയണം, ഞാനൊരു അത്ഭുതം തന്നെ. ഹല്ലേലൂയ. എൻ്റെ ജീവിതം ഒരു അത്ഭുതമാണെന്ന് മടി കൂടാതെ നമുക്ക് പറയാൻ പറ്റണം. മടി കൂടാതെ നമുക്ക് പറയാൻ പറ്റണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. റവ ശകല റാതേരിയ റീബർ കമൗറിയാം തേരിബർ ശക്തേരി ലാർതേരിയ തേരി പൗഡർ കമൗറി. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ, ഞാനും എൻ്റെ യഹോവയെ, എൻ ഭവനത്തിൽ ജയോത്സവം, എൻ ഭവനത്തിൽ. അത് അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ മുഖത്ത് അതൊരു സന്തോഷം കാണും. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്ത് നോക്കിയിട്ട് പറയും, എൻ ഭവനത്തിൽ അടിക്ക് ജയോത്സവം, എൻ ഭവനത്തിൽ ജയോത്സവം. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിയിടും. ഞാനും എൻ്റെ യഹോവയെ ഞങ്ങൾ, ഒരിക്കൽ കൂടെ, ഞാനും എൻ്റെ യഹോവയെ ഞങ്ങൾ, ആമേൻ, ഞാനും എൻ്റെ, ആമേൻ, യഹോവയെ ഞങ്ങൾ, എൻ ഭവനത്തിൽ ജയോത്സവം, എൻ ഭവനത്തിൽ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിരാശ കൊണ്ടുവരുവാൻ പിശാച് പദ്ധതി ഇടുമ്പോൾ അഭിഷേകമുള്ളവൻ പറയും, എൻ്റെ ഭവനത്തിൽ ജയോത്സവം. ഹല്ലേലൂയ, ആമേൻ. ദുഃഖം കൊണ്ടുവന്ന് നിന്നെ തകർക്കാൻ നോക്കുമ്പോൾ അഭിഷേകമുള്ളവൻ പറയും, ഇല്ല, ഈ ദുഃഖത്തിന് എന്നെ ജയിക്കാൻ പറ്റില്ല, ഞാൻ ജയഘോഷം മുഴക്കിക്കൊണ്ടിരിക്കും. ആമേൻ, ആമേൻ, ആമേൻ. അങ്ങനെയുള്ളവർ പറയും, ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു മടിയും കാണിക്കണ്ട. കർത്താവിനെ ആരാധിക്കുമ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ആ ഹൃദയത്തിലെ സന്തോഷമൊക്കെ ഒന്ന് പ്രകടിപ്പിച്ച് ദൈവത്തെ ഒന്ന് ആരാധിക്കുവാൻ. ആമേൻ, ഹല്ലേലൂയ. അത് കണ്ടു നോക്ക്. നിന്റെ സന്തോഷം നീ പ്രകടിപ്പിക്കണം മുത്തേ. ഹല്ലേലൂയ. കരമൊക്കെ അടിക്കാൻ തോന്നിക്കഴിഞ്ഞാൽ നല്ലപോലെ അടിക്കണം, അതിന് മാന്തരുത്. ആമേൻ. ആരാധനയുടെ ഒരു പ്രത്യേകത, എക്സ്പ്രഷൻസ് ഉണ്ട് ആരാധനയിൽ. ആമേൻ, ഹല്ലേലൂയ. നമുക്കൊരു പ്രത്യേകത ഉണ്ട്. നമ്മളിങ്ങനെയൊക്കെ പറയും, എനിക്കിങ്ങനെ നിന്ന് ആരാധിക്കണം. ഹല്ലേലൂയ. സത്യം പറയട്ടെ, നിന്റെ ഒരു പ്രശ്നം വരുമ്പോൾ കർത്താവ് എന്ത് ചെയ്യും? അതുപോലെ ഇങ്ങനെ അങ്ങ് നിൽക്കും. ഹല്ലേലൂയ. അല്ല, നമുക്ക് ആരാധിക്കുമ്പോൾ ഇങ്ങനെ നിന്നാൽ മതിയെങ്കിൽ കർത്താവിന് എന്തുകൊണ്ട് ഇങ്ങനെ അതിൽ ഇടപെട്ടുകൂടാ? ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അടവൊക്കെ മാറ്റി വെക്കണം കേട്ടോ. അടുത്തിരിക്കുന്ന ആളോട് പറ, അടവുകളൊക്കെ കളഞ്ഞിട്ട് ദൈവത്തെ ആരാധിക്കാൻ നിൽക്കുന്നത്. അപ്പം അതങ്ങ് പ്രകടിപ്പിച്ച് ദൈവത്തെ എന്ത് ചെയ്യണം? ആരാധിക്കണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ സന്തോഷം ഉൾക്കൊണ്ടുകൊണ്ടെന്ന് പറയും, ഞാനും എൻ്റെ, ഉറപ്പോടെ പറഞ്ഞേ, യഹോവയെ ഞങ്ങൾ ഉയർത്തിടുമ്പോ, ഞാനും കുടുംബമോ യഹോവയെ ഞങ്ങൾ, ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ, അമേ, യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. എൻ ഭവനത്തെ
ജയോത്സവം എൻ ഭവനത്തെ ജയോത്സവം. സന്തോഷമല്ലേ അത് പാടുമ്പോ? ആമേൻ. മോനയുടെ കൂട്ടം എത്രയും കൂടെ സ്പീഡ് കൂട്ടിയിട്ട് ഒന്നും കൂട്ടിട്ട്. ആമേൻ. അവരിപ്പോ സെറ്റായത്. ആമേൻ. കണ്ടോ, ഇവരൊക്കെ റെഡിയായി നിൽക്കുക. കൈയടിച്ച ദൈവത്തെ മഹത്വപ്പെടുത്തി. മൊത്തത്തിലുള്ള ലെവലൊക്കെ ഒന്ന് കൂട്ടിക്ക്. ആ പോരട്ടെ. കരങ്ങളും തട്ടിക്കൊണ്ട് പാടിക്കൂ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. എൻ ഭവനത്തെ ജയോത്സവം, എൻ ഭവനത്തെ ജയോത്സവം. അത്ഭുതമേ, അതിശയമേ, അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. അത്ഭുതമേ, അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. കൃപയാൽ എന്നെ ഉയർത്തി നീ, വാതിലുകൾ മുന്നിൽ തുറന്നു. കൃപയാൽ എന്നെ ഉയർത്തി നീ, വാതിലുകൾ മുന്നിൽ തുറന്നു. നീ വീണിടമെല്ലാം തല ഉയർത്തി നീ, വീണിടമെല്ലാം തല ഉയർത്തി നീ. പറഞ്ഞേ പറഞ്ഞേ. വീണിടമെല്ലാം തല ഉയർത്തി നീ, വീണിടമെല്ലാം തല ഉയർത്തി നീ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. പറയുമ്പോ ഞാനും എൻ്റെ കുടുംബവും, ഞാനും എൻ്റെ യഹോവയെ. പറ, ഞാനും എൻ്റെ യഹോവയെ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ. ആമേ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ. ഒരിക്കൽ കൂടെ. ഞാനും എൻ്റെ യഹോവയെ. എൻ ഭവനത്തെ ജയോത്സവം, എൻ ഭവനത്തെ ജയോത്സവം. പറഞ്ഞേ പറഞ്ഞേ. എൻ ഭവനത്തെ ജയോത്സവം. ഓ, എൻ ഭവനത്തെ ജയോത്സവം. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. അത്ഭുതമേ, അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. അത്ഭുതമേ, അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ
കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. ആമേൻ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ പറഞ്ഞേ. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ, ഞാനും എൻ്റെ എൻ ഭവനത്തെ ജയോത്സവം, എൻ ഭവനത്തെ ജയോത്സവം പറഞ്ഞേ. എൻ ഭവനത്തെ ജയോത്സവം. ആമേൻ. എൻ ഭവനത്തെ ജയോത്സവം. ആമേൻ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുണൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. എല്ലാവരും പറഞ്ഞ വാക്ക് അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. പറയുമോ? കൃപയാൽ എന്നെ ഉയർത്തി നീ, വാതിലുകൾ മുൻപിൽ തുറന്നു നീ. കൃപയാൽ എന്നെ പാടിയേ വാതിലുകൾ. കൃപയാൽ എന്നെ വാതിലുകൾ മുൻപിൽ തുറന്നു. കൃപയാൽ എന്നെ വാതിലുകൾ മുന്നിൽ തുറന്നു നീ. വീണിടമെല്ലാം തല ഉയർത്തി, വീണിടമെല്ലാം തല ഉയർത്തി. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുതൽ. അവനെ നോക്കി പറ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. ഞാനും എൻ്റെ യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞാനും എൻ്റെ യഹോവയെ ഞങ്ങൾ ഉയർത്തിടും. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ. എൻ ഭവനത്തെ ജയോത്സവം, എൻ ഭവനത്തെ ജയോത്സവം, എൻ ഭവനത്തെ ജയോത്സവം, എൻ ഭവനത്തെ ജയോത്സവം. ആമേൻ. അത്ഭുതമേ, ആശ്ചര്യമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. കൃപയാൽ എന്നെ ഉയർത്തി, വാതിലുകൾ മുന്നിൽ തുറന്നു. കൃപയാൽ എന്നെ വാതിലുകൾ മുൻപിൽ തുറന്നു. കൃപയാൽ എന്നെ വാതിലുകൾ മുൻപിൽ തുറന്നു. കൃപയാൽ എന്നെ. ക്രിസ്തുവിനെ നോക്കി പറ വാക്ക്. വീണിടമെല്ലാം തല ഉയർത്തി നീ. വീണിടമെല്ലാം തല. ഒരിക്കൽ കൂടെ പറഞ്ഞേ. വീണിടമെല്ലാം തല ഉയർത്തി നീ. വീണിടമെല്ലാം തല ഉയർത്തി നീ.
ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം അത്ഭുതം അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ ജീവിതം. ആ കരങ്ങളൊക്കെ ഒന്ന് തട്ടി ശക്തിയോട് ഉറപ്പോടെ വിളിച്ചു പറ, ഞാൻ വീണു പോവുകയില്ല, ഞാനും എൻ്റെ കുടുംബമോ ഞങ്ങളെ യഹോവയെ ഉയർത്തും. ദൈവ സാന്നിധ്യത്തോടൊന്ന് പ്രതികരിച്ച് പരിശുദ്ധാത്മാവിനോടൊന്ന് സംസാരിച്ച് ആത്മാവിൽ വിളിച്ചു പറ, എന്നെ കൃപയാൽ ഉയർത്തിയവരെ, പുതുവഴികൾ തുറന്നവരെ, എന്റെ തല ഉയർത്തിയവരെ. ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക, ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കുക. അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി ആ കൈയൊന്ന് കൊടുത്ത് ഞാനും എൻ്റെ യഹോവയെ ഞങ്ങൾ ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തിയിടും. എൻ ഭവനത്തിൽ ജയോത്സവം, എൻ ഭവനത്തിൽ ജയോത്സവം. എത്ര പേർക്ക് അത് സന്തോഷം ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നിങ്ങൾ അടുത്തിരിക്കുന്നവർക്ക് കൈ കൊടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ആരും തളർന്നു പോകരുത്. ഒന്ന് പറഞ്ഞ് തളർന്നു പോകരുത്. ആമേൻ. പറഞ്ഞ് ക്ഷീണിക്കരുത്. തല ഉയർത്തുന്ന ഒരു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഏൽ എലോകേ, ഏൽ എലോകേ, ഏൽ എലോകേ, ഉമ്മായി തുതിപ്പേ. ഏൽ എലോകേ, ഏൽ എലോകേ, ഏൽ എലോകേ. ഒരിക്കൽ കൂടെ, ഏൽ എലോകേ, 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 ഉമ്മായി തുതിപ്പേ. എലോകേ, എലോകേ, എലോകേ. ആ കരങ്ങളൊക്കെ തട്ടി ശക്തിയോടെ. ആമേൻ. ഓ സന്തോഷത്തോടെ ദൈവത്തെ സ്തുതിച്ച് ഉമ്മை நம்பி வந்தேன் வெட்கப்படல, உந்தையவனை கைவிடல. உம்மை நம்பி வந்தேன் வெட்கப்படல, உந்தையவனை கைவிடல. வெறும் கையால் கடந்து வந்தேன் இரு பரிவாரங்கள், வெறும் கையால் கடந்து வந்தேன் இரு பரிவாரங்கள். எனக்கு தந்தே காயப்பட்டு நின்றேன், கண்ணீரில் சென்றேன், கலங்கின எனக்காக இறங்கி வந்தேன். ஓ காயப்பட்டு
பட்டுண்டு கண்ணீரில் சென்று கலங்கின எனக்காக அஜா உடம்பாடியை என்னோடு செய்து இழந்திட்ட யாவர் திரும்ப தந்தே உடம்பாடிக்கை என்னோடு செய்து இழந்திட்ட யாவர் ഒന്ന് തുള്ളി ചാടിയൊക്കെ ദൈവത്തെ സ്തുതിച്ചോ ഒരു കുഴപ്പമില്ലല്ലോ ഉമ്മ തുടിപ്പേ வேண்டினோரெல்லாம் வீடை பெற்ற போதும் வேண்டியதெல்லாம் எனக்கு தந்தே வேண்டினோரெல்லாம் வீடை பெற்ற போதும் வேண்டியதெல்லாம் எனக்கு தந்தே பரதேசியா நான் தங்கினதை சுதந்திரமாக பரதேசியா நான் தங்கினதை சுதந்திரமாக സാരമില്ല ഈ കണ്ണുനീർ സാരമില്ല കഷ്ടങ്ങൾ സന്തോഷത്തോടെ പറ ഈ കണ്ണുനീർ ഒരിക്കൽ കൂടെ പറഞ്ഞേ കഷ്ടങ്ങൾ സാരമില്ല ഈ കണ്ണുനീർ പറഞ്ഞേ നിത്യ തേജസ്സിൽ കാണാമോർത്തിടുമ്പോൾ നൊടി നേരത്തേക്കുള്ള കണ്ണുനീർ ഓ റവനാംശത്തേരി കഷ്ടങ്ങൾ മണവാളന്മാരും മയങ്ങാനിനി സമയമില്ല മധ്യാകാശത്തിങ്കൽ മഹദിനത്തിൽ മണവാട്ടിയായി പറന്നു പോകും മണവേഗത്തിൽ മയങ്ങാൻ കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ പ്രിയന്റെ വരവ് ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ പറന്നുയരും പ്രാണന്റെ പ്രിയ മണവാളനെ പ്രാപിക്കും സ്വർഗീയ പ്രിയന്റെ വരവ് ധ്വനി മുഴങ്ങും പ്രാക്കളെ പോലെ കഷ്ടങ്ങൾ സാരമില്ല ഈ കണ്ണുനീർ ഉറപ്പിച്ചു പറ കഷ്ടങ്ങൾ ഓ ഈ കണ്ണുനീർ ജാതികൾ ജാതിയോടെ എതിർത്തിടുമ്പോൾ ജഗത്തിൻ പീഡകൾ ജീവിതഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ ജീവന്റെ നായകൻ ഉറപ്പിച്ചു പറയാ ജാതികൾ ജാതിയോ ജഗത്തിൻ പീഡകൾ ജീവിതഭാരങ്ങൾ വർദ്ധിച്ചിടുമ്പോൾ ജീവന്റെ നായകൻ കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ ഓ കഷ്ടങ്ങൾ സാരമില്ല കണ്ണുനീർ പ്രിയന്റെ വരവ് പ്രാക്കളെ പോലെ പ്രാണന്റെ ഓ പ്രിയന്റെ വരവ് ധ്വനി മുഴങ്ങും പ്രാക്കളെ
മക്കളെ പോലെ നാം പ്രാണന്റെ പ്രിയനാ പ്രാപിക്കും. ഓ കഷ്ടങ്ങൾ സാരമിൽ ഈ കണ്ണുനീർ, കഷ്ടങ്ങൾ സാരമില്ല ഈ കണ്ണുനീർ. നിത്യവേദ സിംഗനമൂർത്തി മോളൂടി നേരത്തേക്കുള്ള ഒരിക്കലുമില്ല ഒരിക്കലുമില്ല ഈ കണ്ണുനീർ. ഓ കഷ്ടങ്ങൾ സാരമില്ല ഈ കണ്ണുനീർ. ശബലരാധേ മണവാളൻ വരും വനമേഘം മയങ്ങാനിയും സമയമില്ല. മധ്യാകാശത്തിങ്കൽ മഹദിനത്തിൽ മണവാട്ടിയാം. മണവാളൻ വരും വനമേഘത്തിൽ മയങ്ങാനിയോ. മധ്യാകാശത്തിങ്കൽ മഹദിനത്തിൽ മണവാട്ടിയ. ഓ മണവാളൻ വരും മയങ്ങാനിനി സമയമില്ല. ശബല റബനര ധേരെ ധേരെ ഓ ഇബാന വിബാൽ വികാന ധേരെ ശൈലേരെ ധേ ഇബാന ധേരെ വികാനാരം ധേ ഇബാല ധേ വികാ വിശാമ ലാരാധന രഥേ ധേരി ധേരി ബാലാര ബാല ഹംദേ ധേരെ ഓ രൂഡബൽ ജബൽ അന്തര വീഡബൽ ജബൽ ധേരെ അർത്ഥാനക അന്തര വീഡബൽ ജബൽ അന്തര. ആത്മാവിലൊന്ന് ശക്തിയോടെ പരിശുദ്ധനെ പരിശുദ്ധനെ പരിശുദ്ധനെ. ബലപ്പെട് ബലപ്പെട് ബലപ്പെട്. കൃപയാ കൃപയാ കൃപയാ. അവൻ നിന്നെ ഉയർത്തിയെങ്കിൽ വീണ്ടും പോകുവാൻ സമ്മതിക്കാതെ ജയത്തോടെ നടക്കുന്ന ഒരു ദൈവകരം. പുലകണ്ഠര വീഴവൻ അഞ്ചവൻ അണ്ടാ ഭാഗ വീഴ വൈരാ താന വീക താര ഹന്തേ ഗദേ അക്കൂടം പേരം ഭീകം പേരം ചൂടവൻ അന്തൻ വൈരാന ശാനം ഭീകം പേരി വൈര പേര് അർത്ഥീടവൻ അന്തര വീഴവൻ. പരിശുദ്ധാത്മ ശക്തി പരിശുദ്ധാത്മ ശക്തി. അർത്ഥാനം ദേഹം ഭീകം പേരി. ഈ രാത്രിയിൽ എന്റെ മേലൊരു അഭിഷേകം വീഴണമെന്ന് കൊതിക്കുന്നവർ ആത്മാവിനൊന്ന് പ്രതികരിച്ചോ. ആത്മാവിൽ പ്രതികരിച്ചോ. ഈ രാത്രി അവൻ നിറയ്ക്കുന്ന രാത്രിയാണ്. സന്തോഷത്തിന്റെ പരിപൂർണത അവൻ നിങ്ങൾ നിറയ്ക്കുമ്പോൾ Holy Spirit, Holy Spirit, oh, ribala rakanaria te. പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ഈ രാത്രി നിന്റെ മക്കളെ നിറയ്ക്കണമേ.
പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. ആമേൻ. ഓരിയലറപ്പേ ശുഡാരബബബലറപ്പേ. അത്ഭുതങ്ങൾ ഈ രാത്രി സംഭവിക്കുകയാണ്. അത്ഭുതങ്ങൾ ഈ രാത്രി സംഭവിക്കുകയാണ്. കർത്താവ് നിങ്ങളെ തൊടുക. കർത്താവ് നിങ്ങളെ തൊടുക. ഉപവാസത്തിന്റെ 13-ാം രാത്രി നിന്റെ പ്രാർത്ഥനകളുടെ മറുപടിയുടെ വാതിൽ തുറക്കപ്പെടട്ടെ. വാതിൽ തുറക്കപ്പെടട്ടെ. അത്ഭുതത്തിന്റെ വാതിൽ തുറക്കപ്പെടട്ടെ. We welcome our Yaperia. La Permanagaram Shape. Holy Spirit, Holy Spirit. Ora Baba Balaram Peri. In Bhavanatil Jayotsavam. In Bhavanatil Jayotsavam. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തി. ഞാനും എൻ്റെ കുടുംബവും യഹോവയെ ഞങ്ങൾ ഉയർത്തി. എൻ ഭവനത്തിൽ ജയോത്സവം. എൻ ഭവനത്തിൽ ജയോത്സവം. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുണ. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം. അത്ഭുതമേ അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുണ. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ എൻ ജീവിതം. പറഞ്ഞ വാക്ക് കൃപയാൽ എന്നെ ഉയർത്തി നീ. വാതിലുകൾ മുമ്പിൽ തുറന്നു നീ. കൃപയാൽ എന്നെ ഉയർത്തി നീ. വാതിലുകൾ മുമ്പിൽ തുറന്നു നീ. ഒരിക്കൽ കൂടെ കൃപയാൽ എന്നെ ഉയർത്തി. വാതിലുകൾ മുമ്പിൽ തുറന്നു നീ. കൃപയാൽ എന്നെ ഉയർത്തി നീ. വാതിലുകൾ മുമ്പിൽ തുറന്നു നീ. തല ഉയർത്തി നീ വീണിടമെല്ലാം. തല ഉയർത്തി നീ. പറഞ്ഞ വാക്കൊരിക്കൽ കൂടെ വീണിടമെല്ലാം. തല ഉയർത്തി നീ വീണിടമെല്ലാം. എല്ലാ കരങ്ങളൊന്നും സ്വർഗത്തിലേക്ക് ഉയർത്തി ഇങ്ങനെ പാടാമോ? അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ നിൻ കരുതൽ. അത്ഭുതമേ ആശ്ചര്യമേ അതിശയമേ ജീവിതം. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് ഉറപ്പോടെ പറയാൻ പറ്റും, കഴിഞ്ഞ നാളുകളിൽ എന്നെ ഒതുക്കാൻ നോക്കിയ മേഖലകളെ അത്ഭുതമാക്കിക്കൊണ്ട് ആമേൻ, അത് തന്നെ സാക്ഷ്യമാക്കി, ഒരു സാക്ഷ്യമാക്കി ആശ്ചര്യമുളവാക്കുമാറ് എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ എൻ്റെ മേൽ വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പ്രതികരിച്ചോ. ആരൊക്കെ ഒതുക്കാൻ നോക്കിയെന്ന് പറഞ്ഞാലും ഈ രാത്രിയിൽ ഉറപ്പാണ് വിളിച്ചു പറ, ഞാൻ അങ്ങനെ ഒതുങ്ങുന്നവനല്ല, എന്നെ വിശാലമാക്കുന്ന ഒരു ദൈവ പ്രവർത്തി. ആമേൻ, ആമേൻ, ഹല്ലേലൂയ.
ഹല്ലേലൂയ. ഈ രാത്രി നിങ്ങൾ ഭാരപ്പെടരുത് കേട്ടോ. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളെ ഈ 14 തുടങ്ങിയിട്ടുള്ള ദിവസങ്ങളുണ്ട്. ഈ ഉപവാസ പ്രാർത്ഥനയോടെ അടുത്തൊരു ലെവൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകും. അടുത്തൊരു ലെവൽ സ്റ്റാർട്ട് ചെയ്യുക. എന്നോട് ദൈവാത്മാവ് വ്യക്തമായിട്ട് പറയുന്നു, കഴിഞ്ഞ നാളുകളിൽ വരെ നിങ്ങൾ ഏതെങ്കിലും വിഷയത്തിനകത്ത് കുരുങ്ങിക്കിടക്കുകയായിരുന്നോ, ഇന്ന് രാത്രി അതിനകത്ത് സ്വർഗം നിങ്ങളെ പുറത്തിറക്കുക. ഇന്ന് ദൈവം നിങ്ങളെ പുറത്തിറക്കുക. നാളെ മുതൽ മഹത്വത്തിൽ നിന്നും മഹത്വത്തിലേക്ക് നിങ്ങളുടെ ജീവിതത്തെ, കുടുംബത്തെ അടുത്തിരിക്കുന്ന ആൾക്ക് കൈ കൊടുത്തിട്ട് പറ, ഇനി നിങ്ങൾ ആരുടെ മുമ്പിൽ നിരാശയല്ല, നിങ്ങളൊരു മഹത്വമാണ്. ഒന്ന് പറഞ്ഞേ. ഹല്ലേലൂയ. പറഞ്ഞ് ഞാൻ വ്യസനപുത്രനായി തുടരുകയില്ല. ഹല്ലേലൂയ. പറഞ്ഞ് ഞാൻ വ്യസനപുത്രനായി തുടരുകയില്ല. പറഞ്ഞ് വാ തുറന്ന് പറ. അങ്ങനെ പിശാചെ നീ എന്നെ ഒതുക്കാൻ നോക്കണ്ട. പറഞ്ഞോ, വാ തുറന്ന് പറഞ്ഞോ. പിശാചെ നീ എന്നെ ഒതുക്കാൻ നോക്കണ്ട. അങ്ങനെ നിന്റെ കൈക്കൊള്ളിൽ ഒതുങ്ങുന്നവനല്ല ഞാൻ. നിന്റെ തലയെ തകർത്തവൻ എന്റെ ഉള്ളിലുള്ളപ്പോൾ നിനക്കത് തൊടാൻ പറ്റില്ല. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, എൻ ജീവിതം. ഒരിക്കൽ കൂടെ പാടിയേ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ, അവന്റെ കരുതൽ, നിൻ കരുതൽ. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ. ആ കരങ്ങൾ നെഞ്ചത്തോട് വെച്ചിട്ട് പറ, എൻ ജീവിതം. ഹല്ലേലൂയ. ഭയങ്കര ദൈവപ്രവൃത്തിയായിട്ട് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ ചിന്തിക്കുന്നതിനപ്പുറം എന്നെ കർത്താവ് ഇവിടുന്ന് കാണിക്കുന്നുണ്ട്. മുൻപോട്ടങ്ങ് പോവുകയാണെങ്കിൽ അസാധാരണമായ ദൂതുകൾ നിങ്ങളോട് പറയാൻ എനിക്ക് നിയോഗമുണ്ട്. പക്ഷെ ഇപ്പോൾ ഇല്ല, സമയമില്ല. സംഭവിക്കട്ടെ. നിങ്ങൾക്കറിയോ, കർത്താവിൻ്റെ അഭിഷേകത്തിന് എന്നോട് കൈവച്ചിട്ട് പറഞ്ഞു, എടാ നിന്റെ തുടക്കങ്ങൾ ഇനി ചെറുതായിരിക്കില്ല, അസാധാരണമായിരിക്കും. ഹല്ലേലൂയ. ഇന്ന് എറണാകുളം പട്ടണത്തിൽ കളമശ്ശേരിയിൽ ഞങ്ങൾ കർത്താവ് ഒരു കൂട്ടായ്മ തന്നിട്ടുണ്ട്. ഗ്ലോറി ടെന്റ്, മഹത്വത്തിൻ്റെ കൂടാരം. ആമേൻ. ഹല്ലേലൂയ. അച്ഛാ, ഞാൻ ആ സാക്ഷ്യം കൂടെ പറഞ്ഞിട്ട് ഇറങ്ങിക്കോളാം കേട്ടോ. അതെപ്പോഴാണ് ഞാൻ പണിതെന്ന് അറിയാമോ? ഞാൻ കൈയും കാലൊക്കെ ഒട്ടിഞ്ഞ് ഇങ്ങനെ കിടന്നേച്ചില്ല ഒരു സമയം. പിശാച് എന്നെ നോക്കി കൊഞ്ഞനും കുത്തി കാണിച്ചുകൊണ്ടിരുന്നൊരു സമയം. അവിടെ കിടക്കട കൊഞ്ഞനും കുത്തി കാണിച്ചു. സത്യമായിട്ടോ, കൊഞ്ഞനും കുത്തി കാണിച്ചിട്ട് പറഞ്ഞു, നിന്റെ ഒരു ചാട്ടം, നിന്റെ ഒരു ഓട്ടം. ഹല്ലേലൂയ. പക്ഷെ അവിടെ കിടക്കുമ്പോൾ ഞാനും എൻ്റെ വൈഫും കൂടെ കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ മനസ്സ് തളരുന്ന സമയത്തൊക്കെ അവൾ ഓടി വന്നിട്ട് പറയും, പഴയതിലും ശക്തിയോടെ. ആമേൻ. ഹല്ലേലൂയ. പഴയതിലും വേഗതയിൽ. ഹല്ലേലൂയ. താനിങ്ങനെ ഓരോ തൂതുകൾ പറഞ്ഞ് ഇങ്ങനെ ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളോട് കർത്താവ് പറഞ്ഞു, മുകളിൽ എന്ത് ചെയ്യണം? ഒരാലയം പണിയണം. വീടിൻ്റെ മുകളിൽ ഒരാലയം പണിയണം. ഞങ്ങൾ ഇറങ്ങി തിരിച്ചു. ആ കട്ടിലേക്ക് കിടക്കുന്ന സമയം നിങ്ങൾ വിചാരിക്കരുത് ഓടി നടന്ന് വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി ഇങ്ങനെ കൊണ്ടുവന്ന് ഉണ്ടാക്കിയതല്ല ഞാൻ പറഞ്ഞത്. ഒരു കുന്തവും ചെയ്യാൻ മതി സ്ട്രക്ചറെ തൂങ്ങി കിടക്കുന്ന സമയത്ത് കർത്താവ് വഴി തുറന്നിട്ട്, ദൈവം വഴി തുറന്നിട്ട്, ഹല്ലേലൂയ, ഒരു രൂപ പോലും ആരോടും കടം മേടിക്കാതെ, ആമേൻ, ഒരാലയം ഞങ്ങൾ പണിതു. പ്രൈസ് ദി ലോർഡ്. ഒരാലയം ഞങ്ങൾ പണിതു. ഒരു 100 പേര് അതിനകത്ത് തിങ്ങിക്കൂട്ടിയിരുത്താം. അത്രയും പേര് ഇപ്പം അതിനകത്ത് തിങ്ങിക്കൂട്ടിയിരുന്ന് ആരാധിക്കുന്നുണ്ട്. ഒരു 100 പേര്. അതിനുള്ള സ്ഥലം അവിടെ ഉള്ളൂ. പക്ഷെ അതിരുകൾ വിശാലമാണ്. 3000 പേര്. ആമേൻ. ഞാനത് ആത്മാവിൽ റിസീവ് ചെയ്തു.
എറണാകുളം പട്ടണത്തിൽ ഇന്ന് വരെ ആരും പണിയാത്തൊരു ചർച്ച് ഞാൻ പണിയോ വെച്ച വെല്ലുവിളിച്ച് പറയുക. എറണാകുളം പട്ടണത്തിൽ ഇന്ന് വരെ ആരും പണിയാത്തത്. ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം, അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുതൽ. ഇന്ന് രാത്രി ഞാൻ പറയട്ടെ, വരുന്ന ഏപ്രിൽ മാസം 2, 3, 4 ദിവസങ്ങളിൽ ഈ ലൈവൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നവർ ആ ഡേറ്റുകളൊക്കെ നോട്ട് ചെയ്തിട്ടോ. എറണാകുളം പട്ടണത്തിൽ ഒരു വലിയൊരു ക്രൂസൈഡ് നടക്കാൻ വേണ്ടി പോവാണ്. നിങ്ങൾക്ക് സന്തോഷമുള്ളൊരു കാര്യം കൂടെ പറയട്ടെ, ഡേറ്റ് ഇപ്പം തന്നെ നോട്ട് ചെയ്തോ. ലൈവിൽ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരെല്ലാം ശ്രദ്ധിച്ചു. എറണാകുളം പട്ടണം കേരളത്തിലുള്ള മുഴുവൻ ആളുകളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. ഏപ്രിൽ 2, 3, 4 എറണാകുളം പട്ടണത്തിൽ വെച്ച് കർത്താവിൻ്റെ അഭിഷക്തൻ ബ്രദർ സുരേഷ് ബാബു നയിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട ക്രൂസൈഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ നിങ്ങളെ ചർച്ചായിട്ട് ഇൻവൈറ്റ് ചെയ്യാം കേട്ടോ. ആമേൻ. നിങ്ങളെല്ലാവരും വരണം, ഒരു ദിവസമെങ്കിലും നിങ്ങൾ വരണം. എൻ്റെ ഒരു ആഗ്രഹമാണ്. കർത്താവ് നിങ്ങളതിന് ബലപ്പെടുത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ. വളരെ ശക്തമായി ഒരു കൂട്ടം യൗവനക്കാർ തുടർമാനമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിശ്വസിക്കുന്നു എറണാകുളം പട്ടണത്തെ മയക്കുമരുന്നിൻ്റെ, കഞ്ചാവിൻ്റെയും പട്ടണത്തെ ഭരിക്കുന്ന കാമാസക്തികളെയൊക്കെ പൊളിക്കുന്ന ഒരു ദൈവിക അഭിഷേകത്തിൻ്റെ ദിനങ്ങളാക്കി അതിനകത്ത് ആയിരങ്ങളെ ദൈവരാജ്യത്തിലേക്ക് നേടേണ്ടതിന് ആമേൻ, ആമേൻ, സ്വർഗ്ഗത്ത് ചെയ്യാൻ വേണ്ടി പോവാ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ചോദിക്കുന്നു. ഇന്ന് തന്നെ നിങ്ങൾ ആ ഡേറ്റുകൾ നോട്ട് ചെയ്യണം. ഏപ്രിൽ 2, 3, 4 3 ദിവസങ്ങൾ. 5-ാം തീയതി മുതൽ ഇവിടുത്തെ ഫാസ്റ്റിംഗ് പ്രയർ തുടങ്ങും അല്ലേ അച്ഛാ? വലിയൊരു കൊയ്ത്തായിട്ടായിരിക്കും അഭിഷക്തൻ ഇങ്ങോട്ട് കയറാൻ പോകുന്നത്. ഞങ്ങളൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കർത്താവ് എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആ കരങ്ങളൊക്കെ ഒന്ന് കോർത്ത് പിടിച്ച്, എല്ലാ കരങ്ങളൊന്ന് കോർത്ത് പിടിച്ച് പ്രൊഫറ്റിക്കലി പറയണം. അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുതൽ, അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം, അത്ഭുതമേ, അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ നിൻ കരുതൽ, അത്ഭുതം, അത്ഭുതമേ, ആശ്ചര്യമേ, അതിശയമേ എൻ ജീവിതം. സ്വർഗ്ഗം നിങ്ങളെല്ലാം